സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുവാൻ എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരണേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെ ശ്രീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശുശ്രൂഷകരും വിശ്വാസികളായ ജനത്തിനും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന സമൃദ്ധിയായി ആവശ്യക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവിന്റെയും ദൈവജന്യമായ വിശുദ്ധ കന്യമർദ്ദമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങൾ ആവശ്യക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഭാര്യയുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുന്നു. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകെ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നവൻ ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശ്വസിച്ചിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടി സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ
വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിന്റെ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചതും സൃഷ്ടിയാതവരും സായാസികതാവിലും സമൃദ്ധമുള്ളവരും സകലമുഖാന്തരമാനും വിശ്വനും മനുഷ്യരായ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സാപ്രകാരം സ്വർഗ്ഗത്തിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധമറിയാമെന്ന് ശരീരത്തിൽ മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലടിക്കപ്പെട്ട് മനുഷ്യപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ പെരുമാറ്റത്തോടെയും പെരുമാറിയിരിക്കുന്നവനും തന്റെ രാജ്യാവസാനമില്ലാത്തതുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോടൊപ്പം കൊണ്ടുകൂടെ വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹിതന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധ ഏകരൂപതയിലും കാതലികവും സ്നേഹിതവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാവിലേക്ക് പറഞ്ഞ് മനുഷ്യരുടെ വെറുപ്പിലും വരുമാനിക്കുന്ന ലോകത്തിനെയും പുതുജീവമാക്കി നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സർവകാല സ്തുതിയായ സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്മലമായ രാജഭാമിനിയം ആത്മീയമായ വിവാഹ കൂദാശയെ സംബന്ധിച്ച നിങ്ങൾ എല്ലാവരെയും ദൈവത്തിനാൻ വാഴ്ത്തിയിരിക്കട്ടെ.
ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരെയും ആശ്വസിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായും കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും തീർക്കുമാറാകണമേ. ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാന ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. സ്വർഗസ്ഥിതനാം പിതാവിനോട് നിറമിഴിയോടെ കേഴുന്നു. സ്വർഗസ്ഥിതനാം പിതാവിനോട് നിറമിഴിയോടെ കേഴുന്നു. ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാനായി ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. കാണപ്പെടുന്ന ദൈവങ്ങളല്ലോ മാതാപിതാക്കൾ നിങ്ങൾ. ത്യാഗത്തിൻ്റെ പ്രതീകവുമാ പ്രാർത്ഥന തൻ ശക്തിയുമാ ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നിങ്ങൾ. ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നിങ്ങൾ. ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാനായി ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ഏതൻ തോട്ടം തേടിക്കായും ചിങ്കാരിക്കാറ്റും അന്തിച്ചോപ്പിൽ മിന്നിത്തെണ്ണും നക്ഷത്രക്കുഞ്ഞും വരവേൽപ്പിന്നായി വനമെട്ടിൽ വർണ്ണം പെയ്യുന്നു. നീയും ഞാനും തേടും മായാ തീരം. അരികിൽ നീ അണയും നേരം അലിയും മുകിലലകൾ വിരിയും പൊൻവേലിൻ താഴെ തണലിൻ പൂക്കുടകൾ. ഏതൻ തോട്ടം തേടിക്കായും ചിങ്കാരിക്കാറ്റും അന്തിച്ചോപ്പിൽ മിന്നിത്തെണ്ണും നക്ഷത്രക്കുഞ്ഞും വരവേൽപ്പിന്നായി വനമെട്ടിൽ വർണ്ണം പെയ്യുന്നു. നീയും ഞാനും തേടും മായാ തീരം. അരികിൽ നീ അണയും നേരം അലിയും മുകിലലകൾ വിരിയും പൊൻവേലിൻ താഴെ തണലിൻ പൂക്കുടകൾ. ദൂരം തേടും മിഴികൾ ഉള്ളിനുള്ളിൽ താരും തേനും എന്തേ പുൽകുന്നു. പോകും നേരമകലെ സഖി ഞാൻ കാതിലൊന്നു കൊഞ്ചും. അന്നു തൊട്ടെൻ നെഞ്ചരികിൽ
കുറുമൊഴി തരും ദിനം വരമോരോ ജന്മം വഴികൾ പൂവിടുമീ ജാലം കുളിരും പനിമതികൾ രതിതൻ രാമഴയിൻ മേലെ നനയും ഞാനിനിമേൽ കാണാതീരമനയെ പെണ്ണിനുള്ളിൽ പദസരമേളമേറുന്നു ചായും വെള്ളി നിഴലിൽ ഒരു നാൾ നിന്നെയൊന്നു ചേർക്കും അന്നു തൊട്ടൻ രാവറയിൽ മധുമൊഴി വരും നിറം കഥയോരോ മൗനം അരികിൽ നീ അണയും നേരം ഉടയും തരിവളകൾ രതിതൻ രാമഴയിൻ മേലെ അലസമായി വനികൾ ഏതൻ തോട്ടം തേടിപ്പായും ചിങ്കാരിക്കാറ്റും അന്തിച്ചോപ്പിൽ മിന്ന